إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الناس، أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. അല്ലാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകൾ, ഉടമസ്ഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൽ കൂടി ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയം കരസ്ഥമാക്കുവാനും ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നമുക്ക് തന്നിട്ടുള്ള ജീവിതം വളരെ ചെറുതാണ്. വളരെ ചെറുതെന്ന് പറഞ്ഞാൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദുനിയാവിൽ നിന്ന് ഏത് സമയത്താകും യാത്രയാവുക, ഇതൊന്നും ആരെയും അള്ളാഹു അറിയിച്ചിട്ടില്ല. ഒരു പ്രതീക്ഷയുമില്ല. ഇന്ന ദിവസം ഇന്ന സമയത്തായിരിക്കും മലക്കുൽ മൗത്ത് വരിക എന്ന് അള്ളാഹു അറിയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കളിക്കാമായിരുന്നു. കാരണം ആ സമയമാകുമ്പം തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങിയാ മതി. പക്ഷെ ഇതങ്ങനെയല്ല. പൂർണ്ണ ആരോഗ്യമുണ്ടാകും, ദുനിയാവിന്റെ സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാം കൈവെള്ളയിൽ നിറഞ്ഞിട്ടുണ്ടാവും. മരിക്കുക എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ഒരുത്തൻ ആലോചിക്കുന്നു പോലും ഉണ്ടാവില്ല. എന്നാൽ അതേസമയം ഈ കാര്യങ്ങളൊക്കെ വെച്ച് ഇനിയും ഒരുപാട് കൊല്ലമുണ്ട് എന്നവൻ വെറുതെ വിചാരിക്കുന്നുണ്ടാവും. ആ സമയത്തായിരിക്കും മലക്കുൽ മൗത്തിന്റെ വരവുണ്ടാവുക. അള്ളാഹു നമുക്ക് നല്ല മരണം നസീബാക്കട്ടെ. അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. ഒരു നഫ്സിനും അറിയില്ല എവിടെ വെച്ചായിരിക്കും അവൻ മരിക്കുക എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, ഇന്ന സ്ഥലത്ത് വെച്ച് ഒരാൾ മരിക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സബബ് ഉണ്ടാക്കി അള്ളാഹു അവനെ അവിടെ എത്തിച്ചിരിക്കും. അവിടെ നിന്നല്ലാണ്ട് മലക്കുൽ മൗത്ത് അവന്റെ റൂഹ് പിടിക്കൂല. ഇത് കാണുന്ന മനുഷ്യർ ചിലപ്പോ പറയും, അവിടെ പോകണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അതങ്ങനെ ആയതുകൊണ്ടല്ലേ അവിടെ നിന്ന് മരിച്ചത്. ഇല്ല, അത് അള്ളാഹു അവനെ അവിടെ എത്തിച്ചതാണ്. കാരണം തീരുമാനം അവിടെ നിന്ന് മരിക്കാനാണ്. അതുകൊണ്ട് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സദാസമയവും ആ ഒരു ഓർമ്മ മനസ്സിലുണ്ടെങ്കിൽ അവന്റെ ജീവിതം
അള്ളാഹ്ക്ക് ഇഷ്ടവും പൊരുത്തവുമുള്ള ജീവിതമായിരിക്കും. അള്ളാഹു നസീബാക്കി തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അക്സിറു അക്സിറു, നിങ്ങൾ വർദ്ധിപ്പിക്കണം, അധികരിപ്പിക്കണം. ദിക്റ ഹാദിമിൽ ലസ്സാത്ത്. ആ ഉപയോഗിച്ച പദം തന്നെ മനോഹരമാണ്. ലസ്സത്ത് എന്ന് പറഞ്ഞാൽ രസങ്ങളാണ്, സുഖങ്ങളാണ്. ദുനിയാവിൽ നിങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ രസങ്ങളെ മുറിച്ചു കളയുന്ന മരണത്തിന്റെ ഓർമ്മ നിങ്ങൾ അധികരിപ്പിച്ചോളെ. ഒരാളും ഞാൻ ഇന്നിപ്പം മരിക്കും അല്ലെങ്കിൽ ഈ നാളെ മരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരുങ്ങിയിരുന്നിട്ടല്ല മരിക്കുക. അവനവന്റെ നഫ്സ് കൊതിക്കുന്ന രീതിയിലുള്ള പരക്കം പാച്ചല്ലായിരിക്കും. ആ രസങ്ങൾക്ക് പെട്ടെന്ന് തടയിടും മലക്കുൽ മൗത്ത്. ആ സമയത്ത് നല്ല അവസ്ഥയിൽ പോകാൻ ഒരാൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഖിയാമത്ത് നാളിലും അവൻ അങ്ങനെ തന്നെ വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഒരു സഹാബി ഉംറ ചെയ്യാനായി ഇഹ്റാം കെട്ടി. അദ്ദേഹം തൽബിയത്ത് പറഞ്ഞുകൊണ്ട് മക്കയിലേക്ക് വരുന്ന വഴിയിൽ കുതിരപ്പുറത്ത് നിന്ന് താഴെ വീണു. ആ വീണ വീഴ്ചയിൽ അയാൾ മരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാളെ കുളിപ്പിക്ക്, എന്നിട്ട് കഫം പൊതിയുമ്പം മുഖം ഒഴിവാക്കിക്കോടെ. കാരണം അയാൾ ഇഹ്റാമിലാണ്. ഇഹ്റാമിലുള്ള ഒരു മനുഷ്യന്, ആണുങ്ങൾക്ക് തല മറക്കൽ ഹറാമാണ്. അതുകൊണ്ട് തല ഒഴിവാക്കിയിട്ട് നിങ്ങൾ ബാക്കി കഫൻ ചെയ്തോളി. എന്നിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വരിക മുലബ്ബിയൻ, തൽബിയത്ത് പറഞ്ഞുകൊണ്ടായിരിക്കും. എന്താ തൽബിയത്ത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഞാനിതാ വന്നിരിക്കുന്നു. റബ്ബിന്റെ കോടതിയിൽ ആ വാക്കും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന മനുഷ്യന്റെ അവസ്ഥ വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്കി. അങ്ങനെ പോവാൻ സാധിക്കണം. പക്ഷെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഈ ദുനിയാവിന്റെ പര്യാവസാനത്തെ സംബന്ധിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ എത്ര കൊതിച്ചാലും, നിങ്ങൾ പടവെട്ടിപ്പിടിച്ച് എത്രത്തോളം നിങ്ങളുടെ സ്വന്തമാക്കി വെച്ചാലും, ഒരു ദിവസം ഞാൻ ഇതെല്ലാം തകർത്ത് തരിപ്പണമാക്കും. ഈ മനോഹരമായ ദുനിയാവ് ഒരു പൊടി പോലും ഇല്ലാതെ തരിശു ഭൂമിയാക്കി കളയും. അന്ന് അഹങ്കാരികളെല്ലാം തലകുനിക്കും. അന്ന് അധികാരികളെല്ലാം സിംഹാസനത്തിൽ നിന്നും ഇറങ്ങും. അന്ന് നെഞ്ചും പിരിച്ചു നിൽക്കുന്ന ആളുകൾ ദുനിയാവിൽ ഉണ്ടാവൂല. അന്ന് അല്ലാഹുവിനെ വെല്ലുവിളിച്ച് ധിക്കാരം പറഞ്ഞവരാരും തല ഉയർത്തിയൊന്നും നോക്കാൻ പോലും ധൈര്യപ്പെടൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി, ഉടമസ്ഥനായ അല്ലാഹു അവന്റെ വലത് കൈകൊണ്ട് ആകാശത്തെ ചുരുട്ടിപ്പിടിക്കും. അല്ലാഹുക്ക് അത്രയേ ഉള്ളൂ, അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. മറ്റേ കൈകൊണ്ട് ഭൂമിയെ ചുരുട്ടും. അതിന്റെ ഇടയിലുള്ളതൊന്നുമില്ല. കുല്ലുമൻ അലൈഹാ ഫാൻ. ഈ മടിക്കേരി എന്ന ഈ ചെറിയൊരു പ്രദേശം, ഈ ഒരു പട്ടണം, ഇവിടെ മലകളില്ലാത്ത, ബിൽഡിങ്ങുകളില്ലാത്ത, വീടുകളില്ലാത്ത, മനുഷ്യരില്ലാത്ത, നാൽക്കാലികളില്ലാത്ത ഒരു സ്ഥലം വെറുതെ ഒന്ന് മനസ്സിൽ സങ്കല്പിക്കുക. ഒന്നുമില്ലാത്ത വിശാലമായ ഭൂമി മാത്രം. ഈ ദുനിയാവ് എങ്ങനെ ആക്കപ്പെടും ഒരു ദിവസം? ഒന്നുമില്ല. കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു മാത്രം ബാക്കി, വേറെ ആരുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ആ ദിവസം അല്ലാഹു വിളിച്ചു ചോദിക്കും, ഐനൽ ജബ്ബാറൂൻ, ആ സ്വച്ഛാധിപതികളൊക്കെ എവിടെ? എന്നെ വെല്ലുവിളിച്ച് ജീവിച്ച കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ. ഞാൻ കൊടുത്ത ഖുദറത്തും ഖുവ്വത്തും ഉപയോഗിച്ച് എന്നെ തിരിച്ചിങ്ങോട്ട് ചോദ്യം ചെയ്ത ആളുകളുണ്ടല്ലോ. എന്നെ കളിയാക്കിയ, എന്നെ പരിഹസിച്ച, ഞാനൊന്നും കാണൂല, ഞാനൊന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ട് കുരുത്തക്കേടും തോന്നിവാസവും കാണിച്ച് ജീവിച്ച കുറെ ആൾക്കാരുണ്ടല്ലോ. ഐനൽ ജബ്ബാറൂൻ, എവിടെ അവരൊക്കെ? ഇപ്പൊ അവർക്ക് ഒളിക്കാൻ എവിടെങ്കിലും സ്ഥലമുണ്ടോ? ഇപ്പൊ അവർക്ക് എന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകാൻ എവിടെങ്കിലും സ്ഥലമുണ്ടോ? ഐന അബ്നാഉൽ മുലൂക്, അതാണ് ചോദ്യം. ഐന അബ്നാഉൽ മുലൂക്, രാജാക്കന്മാരുടെ മക്കൾ എവിടെ? ഉപ്പാന്റെ അധികാരത്തിന്റെ പവറിൽ മനുഷ്യനെ ദ്രോഹിച്ച ദാലിമുകൾ എവിടെ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറുപടി പറയാൻ ആരുമില്ല ദുനിയാവിൽ. ആ സമയത്ത് ഒരു മഖ്ലൂഖുമില്ല. അല്ലാഹു അന്നേരം ചോദിക്കും, ലിമനിൽ മുൽക്കുൽ യൗം. ദുനിയാവിൽ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ആവർത്തിച്ച് പറയപ്പെടുമ്പോൾ ഖുതുബയിൽ പറയും, ഖുർആൻ ഓതുമ്പോൾ കേൾക്കും, ഹദീസുകളിൽ കേൾക്കും, ഖുർആൻ ക്ലാസ്സിൽ കേൾക്കും,
ആവർത്തിച്ച് ആവർത്തിച്ച് അള്ളാഹുവിന്റെ അധികാരം കേൾക്കുമ്പോഴും മനസ്സിൽ എവിടെയോ പിശാചു പിടിച്ചിട്ട് പറയും അങ്ങനെയൊന്നുമില്ല. ലിമനിൽ മുൽക്കുല്യവും അള്ളാഹു ചോദിക്കും. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിന്റെ അധികാരം ആർക്കുള്ളതാണ്? നിങ്ങൾ എന്തെങ്കിലും ന്യായങ്ങൾ കൊണ്ടുപോവാ. നിങ്ങളെ കൈമൽ ഇന്ന് എന്തെങ്കിലും അധികാരം ഉണ്ടെങ്കിൽ എന്നെ അനുസരിക്കാതിരിക്കാനുള്ള ന്യായങ്ങൾ നിങ്ങൾ പറഞ്ഞില്ലേ, തെളിവുകൾ ഉദ്ധരിച്ചിട്ടില്ലേ? ആ തെളിവ് ഹാജരാക്ക്. ഇന്ന് എന്റെ മുമ്പിൽ നിങ്ങൾ വാദിക്കാൻ വേണ്ടി വാ. ഇന്ന് എന്റെ ദർബാറിൽ നിങ്ങളുടെ ന്യായങ്ങൾ പറ. ലിമനിൽ മുൽക്കുല്യവും, ഇന്ന് ആർക്കാണ് അധികാരം? മറുപടി പറയാൻ ആരുമില്ല, അല്ലാഹു അല്ലാതെ. ജിബ്രീൽ അലൈഹിസ്സലാം ആയിരിക്കും അവസാനം മരിക്കുക, അദ്ദേഹവും ഇല്ല. അന്നേരം അല്ലാഹു പറയും ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഇല്ല അടിമകളെ ഇല്ല. ഇന്ന് അധികാരം ഏകനായ ഖഹാറായ, ഖഹാർ എന്ന് പറഞ്ഞാൽ മുഴുവനെയും അടക്കി ഭരിക്കുന്നവനായ ആ രാജാതിരാജനായ അള്ളാഹ്ക്ക് മാത്രമാണ് ഇന്നത്തെ അധികാരം. അന്നാരുമില്ല. അന്ന് മനുഷ്യൻ തോൽക്കുന്ന ദിവസം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ആ ദിവസത്തെ പ്രത്യേകം പേടിക്കാനും ആ ദിവസത്തിന് വേണ്ടി ഒരുങ്ങാനും ആവർത്തിച്ച് കൽപ്പിച്ച പരിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹന്നാസു, ഏ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, റബ്ബിനെ സൂക്ഷിച്ചോളെ. അല്ലാഹുവിനെ തഖ്വ ചെയ്യാന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു അയ്യുതാഅ ഫലാ യുഅസാ, അനുസരിച്ച് ജീവിച്ചോളെ. അല്ലാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. റബ്ബിനെ അനുസരിച്ച് ജീവിച്ചോളെ. ഇന്ന് രാവിലെ ഇന്നലത്തെ ഉറക്കിൽ നിന്നും നമ്മളെ എഴുന്നേൽപ്പിച്ച ആ അല്ലാഹുവിനെ ഇന്ന് അനുസരിച്ചോളെ. ലാ യുഅസാ, റബ്ബിനെതിരി കാണിക്കല്ല. നിങ്ങൾ ആ റബ്ബിന് കുരുത്തക്കേട് കാണിക്കല്ല. അതാണ് തഖ്വ കൊണ്ടുള്ള ഉദ്ദേശം. അയ്യുഹന്നാസ്, ജനങ്ങളെ, എഴുന്നേൽപ്പിച്ചവൻ ഞാനാണ്, എന്നെ സൂക്ഷിച്ചോളിൻ, അനുസരിച്ചോളിൻ. അയ്യുഷ്കറ ഫലാ യുക്ഫർ, നന്ദിയോടെ ജീവിച്ചോളിൻ. നിങ്ങൾ നന്ദികേട് കാണിക്കല്ല. ഓരോ സെക്കൻഡിലും നിങ്ങൾ എന്നിലേക്ക് ആവശ്യക്കാരാണ് എന്ന ബോധത്തോടെ ജീവിച്ചോളിൻ. നിങ്ങൾ നിങ്ങളിലേക്ക് മടക്കണ്ട എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ട്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. വല്ലാത്തൊരു ദുആയാണ്. യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ എല്ലാ കഴിവുകളുമുള്ളവനായ അല്ലാഹുവേ, അസ്ലിഹ് ലി ശഅനി കുല്ലഹു, എന്റെ അവസ്ഥകളെല്ലാം നീ എനിക്ക് നന്നാക്കിത്ത, എന്റെ കാര്യങ്ങളെല്ലാം ഖൈറായ രീതിയിൽ എനിക്ക് ആക്കിത്ത. എന്നെ കൊണ്ട് പറ്റൂല. ഫലാ തകിൽനി ഇലാ നഫ്സി, നീ എന്റെ കാര്യം എന്നെ ഏൽപ്പിക്കല്ല. തർഫത ഐനിൻ, കണ്ണടച്ചു തുറക്കുന്ന ഒരു സെക്കൻഡ് നേരം പോലും എന്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കല്ല, നീ തന്നെ നടത്തിത്ത. ഇത്തഖൂ റബ്ബക്കും, അതുകൊണ്ട് റബ്ബിനെ സൂക്ഷിച്ചോണിൻ. വഖ്ശൗ യൗമൻ, ഒരു ദിവസത്തെ പേടിക്കുകയും ചെയ്തോളിൻ. അത് വരുന്നുള്ള കാര്യം ഉറപ്പാണ്. ചിലപ്പോ നമുക്ക് ഇപ്പൊ ബോധം വരൂല. നമ്മളെ കളിയും നമ്മളെ വർത്താനവും നമ്മളെ ചിന്തയും പുതിയ കാലത്ത് പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി തീർക്കുന്ന ചിന്താഗതികളും വാദങ്ങളും ചിലപ്പോ നമ്മളെ സമ്മതിച്ചെന്ന് വരൂല. പുതിയ ക്യാമ്പസുകളിൽ വാക്ചാതുര്യമുള്ള ചെറുപ്പക്കാരും മൈക്കിൽ പ്രസംഗിച്ച് ചെറുപ്പക്കാരന്റെ മനസ്സിനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ആ ദിവസം ഉപകരിക്കൂല. വഖ്ശൗ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ പേടിച്ചോളിൻ. ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈആ. അല്ലാഹു പറഞ്ഞ വാക്കാണ്, സൃഷ്ടിച്ചവന്റെ വാക്കാണ്. ലാ യജ്സി, ഒരു ഉപകാരവും ചെയ്യൂല. ദുനിയാവിൽ പരസ്പരം മക്കൾക്ക് ഉപ്പ ഉപകാരം ചെയ്യും, ഉപ്പ മക്കൾക്ക് ചെയ്യും, അയൽവാസി അയൽവാസിക്ക് ചെയ്യും, ബന്ധുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. ഒന്ന് താങ്ങാൻ വേണ്ടി ചങ്ങാതിമാരുണ്ടാവും, കൂട്ടുകാരുണ്ടാവും. ഇവിടെ ലാ യജ്സി വാലിദുൻ അൻ വലദി, ഒരു ഉപ്പയും അവന്റെ മക്കൾക്ക് ഒരു ഉപകാരവും ചെയ്യൂല. വലാ മൗലൂദുൻ, ഒരു മക്കളും ചെയ്യൂല. അൻ വാലിദിഹി, അവന്റെ ഉപ്പാക്ക് ഷൈഅൻ, ഒരു വസ്തുവും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ പറഞ്ഞു, ഷൈഇന്റെ അർത്ഥം സൂര്യന്റെ വെയിലിങ്ങനെ വരുമ്പം അതിൽ കാണുന്ന പൊടികൾ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വെയിൽ വരുമ്പോ അന്തരീക്ഷത്തില് പൊടികൾ ഉണ്ടാവും. അതാണ് ഷൈഅ്. അത്രത്തോളം ഉപകാരം ഒരാൾക്കും ആ ദിവസം ചെയ്യൂല. അല്ലാഹു പറഞ്ഞു, അതുകൊണ്ട് ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ,
അള്ളാന്റെ വഅദ ഹഖാൻ, വരിക തന്നെ ചെയ്യും. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവിന്റെ ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, ദുനിയാവിന്റെ മോടികൾ നിങ്ങളെ തകർക്കാതിരിക്കട്ടെ, ദുനിയാവിന്റെ രസവും സുഖവും ഈ ദിവസത്തിന്റെ ഈ അവസ്ഥയെ തൊട്ട് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, ഒരു വഞ്ചകനും നിങ്ങളെ വഞ്ചനയിൽ കൊടുക്കാതിരിക്കട്ടെ. അവിടെ നഫ്സിനെ പറ്റി ചിന്തിച്ചോളെ, വേറെ കുറിച്ച് ആലോചിക്കണ്ട. ആദ്യം സ്വന്തം നഫ്സിനെ കുറിച്ച്, പിന്നെ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച നമ്മുടെ കുടുംബത്തെ കുറിച്ച്. ഖു അൻഫുസകും വഅഹ്ലീകും. നമ്മളെ മറന്നിട്ട് കുടുംബത്തെ നോക്കേണ്ട കാര്യമില്ല. നാളെ അള്ളാന്റെ കോടതിയിൽ പോയിട്ട് എന്തിനാ നിസ്കരിക്കാത്തത്? അതെന്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാനായിരുന്നു. ഉദറല്ല. ഖു അൻഫുസകും, ആദ്യം നിങ്ങളെ തന്നെ സൂക്ഷിച്ചോളെ. മാത്രമല്ല അള്ളാഹു പറഞ്ഞു സൂറത്തുൽ ഹജ്ജിന്റെ തുടക്കം, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, ജനങ്ങളെ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ചോളിൻ. മാത്രമല്ല ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അദീം, കാര്യം നിങ്ങൾ വിചാരിക്കും പോലെയല്ല. അള്ളാഹു പറയാൻ, കാര്യം നിങ്ങൾ വിചാരിക്കും പോലെയല്ല. നിങ്ങളുടെ ഈ ചിരി, നിങ്ങളുടെ ഈ പൊട്ടിച്ചെരി, നിങ്ങളുടെ ഈ അഹംഭാവം, നിങ്ങളുടെ ധിക്കാരം, അതൊന്നും ആ ദിവസം നിങ്ങളുടെ മുഖത്ത് കാണാൻ സാധിക്കുകയില്ല. ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അദീം, ആ ദിവസം വരാനിരിക്കുന്ന ഭൂകമ്പം അതികഠിനമായിരിക്കും, താങ്ങാൻ കഴിയില്ല നിങ്ങൾക്ക്. അള്ളാഹു അതിനെ ഉപമിക്കുക. അള്ളാഹു ആ ദിവസം സംഭവിക്കാതിരിക്കുന്ന ആ തകർച്ചയുടെ വിശേഷണം പറയാൻ. എന്താണെന്നറിയോ? യൗമ തറൗനഹ, ആ ദിവസത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തദ്ഹലു കുല്ലു മുർദിഇൻ അമ്മാ അർദഅത്, പിഞ്ചു പൈതലിന് മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ഉമ്മമാർ, ചിലപ്പോ ആ ഉമ്മ നിലത്തേക്ക് വീണാലും കുഞ്ഞിന്റെ കൈ പിടിയൂല, മാരോട് ചേർത്ത് പിടിക്കും. അത്ര റഹ്മത്തുണ്ടാവും ഉമ്മമാരുടെ കൽബില് പിഞ്ചു കുഞ്ഞുങ്ങളോട്. അങ്ങനെ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉമ്മമാർ അവരെ കുഞ്ഞുങ്ങളെ മറന്നു പോകുന്ന ദിവസമാണത്. അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതിശക്തമായ ഭൂകമ്പത്തിന്റെ ശബ്ദത്തിൽ പേടിച്ച് വിറച്ച് ഗർഭിണികൾ അറിയാതെ പ്രസവിച്ചു പോകും. അത്ര കടുപ്പം ഉണ്ടാവും ആ ദിവസം. ആ ദിവസത്തെ നിങ്ങൾ പേടിച്ചോടിൻ. അള്ളാഹു പറയുന്ന വാക്കാണ്, ഖതീബ് പ്രസംഗിക്കുന്ന വർത്താനമല്ല. ജനങ്ങൾ ഒരുതരം ലഹരി പിടിച്ചവരെ പോലെ പരക്കം പായുന്നുണ്ടാവും. കാരണം ഇതുവരെ അവർക്കൊരു പിടിവള്ളിയുണ്ട്. ഇതുവരെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ പിടിക്കാൻ ആളുണ്ട്, താങ്ങാൻ ആളുണ്ട്, ഒരു വാക്ക് കൊണ്ടെങ്കിലും ആശ്വസിപ്പിക്കാൻ ആളുണ്ട്. ഈ ദിവസം ആരുമില്ല. ലഹരി പിടിച്ച് ബോധം നഷ്ടപ്പെട്ടവരെ പോലെ അവര് പരക്കം പായുകയാണ്. ഇടയിൽ വെച്ചിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഐനൽ മഫർ, ഐനൽ മഫർ, എവിടെയാപ്പോ ഒന്ന് പോയിട്ട് ഒളിക്കുക? ദുനിയാവെന്ന് അതിശീലിച്ചവരായത് കൊണ്ട്, അള്ളാഹുവിന്റെ നിയമങ്ങളുടെ മുന്നിൽ നിന്ന് ഓടി ഒളിച്ച് ശീലമുള്ളത് കൊണ്ട് ആ ദിവസം അവർ ചോദിക്കും, ഐനൽ മഫർ, എവിടെ പോയി ഒന്ന് ഒളിക്കും? അള്ളാഹു പറഞ്ഞു, എങ്ങോട്ടും ഒളിക്കാൻ പറ്റൂല. ഇലാ റബ്ബിക യൗമഇദിനിൽ മുസ്തഖർ, നിന്റെ റബ്ബിന്റെ കോടതിയിൽ പോയിട്ടേ നിൽക്കാൻ പറ്റുള്ളൂ. അവിടെ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ആ ദിവസത്തെ ഓർത്തേ പറ്റൂ, അതിനു വേണ്ടി തയ്യാറായേ പറ്റൂ. സൂറത്തുൻ നാസിആത്തിൽ അല്ലാഹു പറഞ്ഞു, യൗമ തർജുഫുർ റാജിഫ തത്ബഉഹ റാദിഫ ഖുലൂബുൻ യൗമഇദിൻ വാജിഫ അബ്സാറുഹ ഖാശിഅ യഖൂലൂൻ അഇന്നാ ലമർദൂദൂന ഫിൽ ഹാഫിറ. ഇത് അവസാനത്തെ ജുസ്ഇലുള്ള അവസാനത്തെ സൂറത്തുകളിലുള്ള ആയത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് താടിയുടെ ഈ ഭാഗത്ത് കുറച്ച് നര ബാധിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, നര വരാൻ തുടങ്ങിയല്ലോ. അപ്പൊ പറഞ്ഞു, ഖുർആനിന്റെ ചില സൂറത്തുകളാണ് എന്നെ നരപ്പിച്ചത്, ഖുർആനിന്റെ ചില ആയത്തുകളാണ് എന്നെ നിരപ്പിച്ചത്. അതിൽ ഒന്ന് ഈ സൂറത്താണ്, സൂറത്തുൻ നാസിആത്ത്. ഒന്ന് വായിച്ചു നോക്കണം. സൂറത്തുൻ നാസിആത്ത് പരിഭാഷ ഒന്ന് വായിച്ചു നോക്കണം. അല്ലാഹു പറഞ്ഞു, യൗമ തർജുഫുർ റാജിഫ, ഒരു ഭയങ്കര ശബ്ദത്തോടെയുള്ള പൊട്ടിത്തെറിയുണ്ടാവാൻ പോവുകയാണ് ഈ പ്രപഞ്ചത്തിന്റെ. സോഡക്കുപ്പി പൊട്ടിയ നമ്മൾ പേടിക്കൂ. ജ്യൂസിന്റെ കപ്പ് റോഡുമ്മൽ ഉണ്ടെങ്കിൽ കാർ അതിന്റെ മുകളിൽ കയറിയിട്ടേത് ശബ്ദം കേട്ടാൽ നമ്മൾ പേടിക്കും.
വണ്ടി നിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. അത്രയേ ഉള്ളൂ മനുഷ്യന്റെ കഥ. മനുഷ്യന്റെ മനസ്സ് അത്ര ബലഹീനമാണ്. അവൻ ഇനി കാണാൻ പോകുന്ന ഒരു സംഭവമാണ് അതിഭയങ്കരമായ പൊട്ടിത്തെറിയുടെ ശബ്ദം. അത് കേട്ട് വിറച്ചിരിക്കുമ്പം അതിന്റെ ബാക്കിൽ പിന്നെയും ഒരു ശബ്ദം വരും. ഖുലൂബുൻ യൗമഇദിൻ വാജിഫ. ഇന്ന് നെഞ്ചു വിരിച്ച അല്ലാഹുവിനെ വെള്ളി വിളിച്ച ഹൃദയങ്ങള് അന്ന് പേടിച്ച് വിറച്ച് അസ്തമിക്കും. ആ സമയത്ത് ഭയം കൊണ്ട് കണ്ണുയർത്തി നോക്കാൻ പറ്റാതെ കണ്ണുകളന്ന് താഴ്ന്നിരിക്കും. യഖൂലൂൻ, അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയും, നമ്മളിതാ പുതിയ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയാണോ? ഖബറിനുള്ളിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പം നമ്മൾ പഴയ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയാണോ? അപ്പൊ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു, ഇനിയിപ്പം വിചാരണക്ക് വേണ്ടി പോവേണ്ടി വരും. അള്ളാഹു പറഞ്ഞതാണ്. എന്തിന്? അതിനെപ്പറ്റി ഓർക്കാൻ, അതിനു വേണ്ടി തയ്യാറാവാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ നഫ്സിനെ ഓർമ്മിപ്പിക്കുമ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്, അന്നെല്ലാരും ഒറ്റക്കാണ്. അന്ന് കൂട്ടുകുടുംബമില്ല, കുടുംബക്കാരില്ല, ഭാര്യ ഭർത്താവില്ല, ഉപ്പ മക്കളില്ല, ഉമ്മ മക്കളില്ല. അങ്ങനത്തെ ഒരു പരിപാടി അന്നില്ല. എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഇദാ നുഫിഖ ഫിസ്സൂരി, ആ കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് ഈ സൂർ എന്ന് പറഞ്ഞാൽ? മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ചുണ്ടത്ത് അദ്ദേഹം വെച്ച് കാത്തിരിക്കുന്ന കൊമ്പ് പോലത്തെ, മൃഗത്തിന്റെ കൊമ്പ് പോലെയുള്ള ഒരു സാധനമാണത്. അദ്ദേഹം അത് ചുണ്ടത്ത് വെച്ച് നെറ്റികൾ ചുളിച്ച് മുകളിലേക്ക് നോക്കിയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ അനുവാദം കിട്ടുമ്പോ ഊതാൻ. ഫഇദാ നുഫിഖ ഫിസ്സൂർ, ആ സൂറിൽ ആദ്യത്തെ ഊത്തപ്പെട്ട് കഴിഞ്ഞാൽ ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ, ആ ദിവസം തൊട്ട് അടിമകൾക്കിടയിൽ പിന്നെ ബന്ധങ്ങളില്ല. ഉപ്പ ഉമ്മ മക്കള് ഭാര്യ അമ്മായി മൂത്താപ്പ, ബന്ധങ്ങളില്ല. ഫലാ അൻസാബ ബൈനഹും എന്ന് പറഞ്ഞാൽ ഒരു ബന്ധത്തിന്റെ പേരിലും ഒരാൾക്കും അന്നെന്റെ കോടതിയിൽ സമാധാനിക്കാൻ പറ്റൂല. വലാ യതസാഅലൂൻ, അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക പോലുമില്ല. ഞാൻ ഇന്നാളെ മോനാണ്, ഉപകാരപ്പെടൂല. ഞാൻ ഇന്നാളെ ഉപ്പയാണ്, അവിടെ ഉപകാരപ്പെടൂല. ഞാൻ ഇന്നാളെ കൂടെയാണ്, ഉപകാരപ്പെടൂല. ഞാൻ ഇന്ന സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്താലാണ്, ഉപകാരപ്പെടൂല. ഫലാ അൻസാബ ബൈനഹും, അവിടെ ഒരു ബന്ധങ്ങളുമില്ല. വലാ യതസാഅലൂൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയുമില്ല. എന്തുകൊണ്ട്? ലികുല്ലിംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നി, അന്ന് ഓരോരുത്തർക്കും അവരുടേതായ ജോലികളുണ്ട്. അന്ന് ഓരോരുത്തരും അവരെ പറ്റിയുള്ള ചിന്തയിലാണ്. വേറൊരാളെ കുറിച്ച് ഓർക്കുകയില്ല, ഒരാളൊഴികെ, ഒരൊറ്റ ഒരാളൊഴികെ. ഈ ദുനിയാവിൽ വന്ന കോടാനുകോടി വരുന്ന മനുഷ്യവർഗത്തിൽ, ജിന്നുവർഗത്തിലും ഒരൊറ്റ ഒരാളല്ലാതെ വേറൊരാളെ പറ്റിയും അന്ന് ചിന്തിക്കൂല. അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. ആദം തൊട്ട് ഈസ വരെയുള്ള ഒരു നബിയും ഒരു റസൂലും അവരുടെ ബന്ധങ്ങളോ അവരുടെ ഖൗമിനെ പറ്റിയോ ചിന്തിക്കുകയില്ല. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ ഉമ്മത്ത് കഴിഞ്ഞാൽ ഏറ്റവും അധികം മെമ്പർമാരുള്ള ഉമ്മത്താണ്. പക്ഷെ ഒരാളെ പോലും തിരിഞ്ഞു നോക്കൂല. അതേസമയം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദം തൊട്ടിങ്ങോട്ട് ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ആൾക്കാരെ പറ്റിയും ചിന്തിക്കുന്ന മനുഷ്യനായിരിക്കും. പ്രത്യേകിച്ചും ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ ഉമ്മത്തിനെ. പക്ഷെ ആ ചിന്തയിലും ആ ഓർമ്മയിലും ആ ആശയിലും മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ജീവിച്ചിരിക്കുന്ന സമയം ആ പ്രവാചകന്റെ മുഹബ്ബത്ത് ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുള്ളയോട് ഒരാൾ ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇന്ന് പല ആൾക്കാരും പല സ്വലാത്തും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 333 ചെല്ലിയാ മതി, 786 ചെല്ലിയാ മതി, റസൂലുള്ളാഹിനെ സ്വപ്നം കാണാം. പല ആൾക്കാരും നമ്മളിങ്ങനെ ആഴ്ചക്കാഴ്ചയിൽ കാണലുണ്ട് എന്നും പറയുന്നുണ്ട്. പല ആൾക്കാരും നമ്മളെ വീട്ടിലും ഹോസ്പിറ്റലിലും മുഷാവറയിലും ഒക്കെ വന്ന് പങ്കെടുക്കലുണ്ട് എന്നുള്ള കളവും പറയുന്നുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, എന്റെ കാര്യത്തിൽ ആരെങ്കിലും കളവ് പറഞ്ഞാൽ, എന്റെ കാര്യത്തിൽ ആരെങ്കിലും കളവ് പറഞ്ഞാൽ അവൻ നരകത്തിന്റെ സീറ്റ് ബുക്ക് ചെയ്തോട്ടെ. അല്ലാഹു കാക്കട്ടെ. സലഫി ഉലമാക്കളുടെ പ്രത്യേകത എന്താ അറിയോ? അദ്ദേഹത്തോട് ചോദിച്ചു, റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇനി ആരെങ്കിലും ഒരാൾ കണ്ടാൽ അത് അയാളുടെ ഈമാനിന്റെ അടയാളമാണോ? അയാൾ നാളെ സ്വർഗത്തിലാണെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? ആ മഹാനായ പണ്ഡിതന്റെ മറുപടി എന്താ അറിയോ? സഹോദര,
നിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ സുന്നത്തിന് നിലവിലുണ്ട്. നീ ആ സുന്നത്തിനോട് മുഹബ്ബത്ത് വെക്ക്. എന്നിട്ട് ആ സുന്നത്തുകൾ മുറുകെ പിടിച്ച് ജീവിക്ക്. ഇൻഷാ അല്ലാഹ് നാളെ സ്വർഗത്തിൽ നിനക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കാണാം. ഖലാസ്. അതാണ് ഉലമാക്കളുടെ മറുപടി, അതാണ് പണ്ഡിതന്മാരുടെ മറുപടി. സുന്നത്തുണ്ട്, അതിനെ മുറുകെ പിടിച്ചോളിൻ, നാളെ സ്വർഗത്തിൽ നിന്ന് കാണാം. കാരണം ആ പ്രവാചകം മാത്രമേ വേറെ എന്തെങ്കിലും ആ ദിവസം ചിന്തിക്കുന്നേ ഉള്ളൂ. അതേസമയം ബാക്കിയുള്ളവർ മാത്രമല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, വലാ യസ്അലു ഹമീമുൻ ഹമീമ. ഒരു ഉറ്റ ചങ്ങാതി. ഹമീം എന്ന് പറഞ്ഞാൽ ഉറ്റ ചങ്ങാതി. നമ്മൾ രഹസ്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന കൂട്ടുകാര്. ലാ യസ്അലു ഹമീമുൻ, അങ്ങനത്തെ ഒരു ചങ്ങാതി അവിടെ ചോദിക്കുകയേ ഇല്ല. ഹമീമൻ, അവന്റെ ഉറ്റ ചങ്ങാതിയെ കുറിച്ച് ഇത് പറഞ്ഞപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവര് പരസ്പരം അവിടെ വെച്ച് കാണും. യഅരിഫു ബഅദുഹും ബഅദ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യാം, യഅരിഫു ബഅദുഹും ബഅദ. മടക്കിരിക്കാർക്ക് എന്നെയും മനസ്സിലാവും, എനിക്ക് നിങ്ങളെയും മനസ്സിലാവും. നമ്മൾ മഹ്ശറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണും. അതേസമയം വയതആറഫൂന ബൈനഹും, ഇതാരാണ്, ഏത് കുടുംബത്തിൽപ്പെട്ട ആളാണ്, ഇവന്റെ ഉപ്പ ആരാണ് എന്ന് കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയുന്ന ആള് മഹ്ശറിൽ. ആരെയും കാണാതെ അല്ലെങ്കിൽ ആരെയും തിരിയാത്ത അവസ്ഥയൊന്നുമല്ല, എല്ലാവർക്കും മനസ്സിലാവും. ഓ, ഇതെന്റെ ചങ്ങാതിയാണല്ലോ എന്ന് തിരിച്ചറിവുണ്ടായ ഉടനെ അവൻ ഓടും. അപ്പുറത്ത് ഉപ്പാനെ കാണും, ഇതെന്റെ ബാപ്പയാണല്ലോ, ബാപ്പ കാണാതിരിക്കാൻ ഓടും. അപ്പുറത്ത് ഉമ്മാനെ കാണും, ഉമ്മാനെ കാണുമ്പോ പിന്നെയോടും. അപ്പുറത്ത് ഭാര്യ മക്കളുണ്ടാവും, അവരെ കാണുമ്പോ പിന്നെയോടും. ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഓട്ടത്തിന്റെ അർത്ഥം എന്താ അറിയോ? അവിടെ വെച്ച് കാണുമ്പോഴെങ്ങാനും ബന്ധത്തിന്റെ പേരിൽ പിടിച്ചു നിർത്തി ഒരു സുബ്ഹാനല്ലാഹ് എങ്ങാനും ചോദിച്ചാൽ കൊടുക്കേണ്ടി വരുമല്ലോ എന്ന പേടിയിൽ കണ്ടിട്ടോടും. യൗമ യഫിറുൽ മർഉ മിൻ അഖി. അങ്ങനത്തെ മനുഷ്യന്മാർക്ക് വേണ്ടി നമ്മൾ തീ മറക്കുന്നു. നമ്മളെ കണ്ടിട്ട് നമുക്കൊരു നന്മ തരുന്ന പേടിച്ചിട്ട് ഓടുന്ന ചങ്ങാതിമാർക്ക് വേണ്ടിയാ നമ്മൾ ഇന്ന് അല്ലാഹുവിനെയും റസൂലിനെയും മാറ്റിവെക്കുന്നത്. അങ്ങനത്തെ ഭാര്യ മക്കൾക്ക് വേണ്ടി നമ്മൾ അവരെ മാറ്റിവെക്കുന്നത്. അങ്ങനത്തെ ദുനിയാവിന് വേണ്ടി നമ്മൾ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും മറക്കുന്നത്. അത് വേണ്ടെന്നാ അള്ളാഹു പറയുന്നു. ഒരു ഗുണം ഉണ്ടാവൂല. ബഹുമാനപ്പെട്ട ഖതാദ റഹിമഹുല്ലാഹു തആല പറഞ്ഞു, യഫിറു ഹാബീലു മിൻ ഖാബീൽ. ഹാബീലിനെ കാണുമ്പോൾ ഖാബീൽ ഓടും. അനിയൻ ഏട്ടനെ കാണുമ്പോൾ ഓടും. കാരണം അനിയൻ നല്ല മനുഷ്യനാണ്, ഏട്ടനാ കൊന്നത്. കൊലയാളി അനിയനെ കാണും, ചിലപ്പോ അവിടെ വെച്ചിട്ട് പറയും, മോനെ ഒന്ന് എന്നെ രക്ഷപ്പെടുത്തും മോനെ, എന്തെങ്കിലും നന്മത. ഇത് പേടിച്ചിട്ട് അനിയൻ ജ്യേഷ്ഠനെ കാണുമ്പോൾ ഓടും. വയഫിറു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ഉമ്മി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കാഫിറത്തായി മരിക്കേണ്ടി വന്ന ഉമ്മ ആമിനയെ കാണുമ്പം അവിടെ ഓടും. പിന്നെ നമ്മൾ ആരെ കണ്ടിട്ടാ നിൽക്കുന്നത്? പിന്നെ ആര് നമ്മളോട് കരുണ കാണിക്കുന്ന വിചാരിക്കുന്നു? ചില മനുഷ്യന്മാർക്ക് ശൈത്താൻ തസയ്യും ചെയ്യും, ഭംഗിയാക്കി കൊടുക്കും. നീ ഇന്നാളെ ചങ്ങായിയല്ലേ, നീ പേടിക്കണ്ട. നീ ഇന്ന സംഘടനയിൽ മെമ്പർഷിപ്പെടുത്തിന, അതുകൊണ്ട് ഒന്നും ഭയപ്പെടണ്ട. അള്ളാഹുവിന്റെ റസൂൽ ഉമ്മാനെ കാണുമ്പോൾ എന്നാ പറയും. മാത്രമല്ല, കാരണം എന്താ അറിയോ? ഉമ്മത്തിന് ശഫാഅത്തുണ്ട്, റസൂലുള്ളാഹിന്റെ ഉമ്മക്ക് ശഫാഅത്തില്ല. റസൂലുള്ളാഹിന്റെ ഉപ്പ അബ്ദുല്ലാഹ്ക്ക് ശഫാഅത്തില്ല. മൂത്താപ്പ അബൂ താലിബിന് ശഫാഅത്തില്ല. ഇവരെയൊക്കെ കാണുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഓടും, കാരണം അവര് കുഫറിലാണ്. എന്നാൽ ഈ ഉമ്മത്തിനുണ്ട്. അള്ളാഹു നസീബാക്കി തരട്ടെ. മാത്രമല്ല, ഖതാദ റഹിമഹുല്ലാഹ് പറഞ്ഞു, വഇബ്രാഹീം അലൈഹിസ്സലാം മിൻ അബീഹ്. ഖലീലുല്ലാഹി ഇബ്രാഹിം ഉപ്പ ആസറിനെ കാണുമ്പോൾ ഓടും. അവരൊക്കെ അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളെ പോലത്തെ മനുഷ്യന്മാരെ കാര്യം പറയാനുണ്ട്. വലൂത്തുൻ, ലൂത്ത് അലൈഹിസ്സലാം ഓടും മിൻ സാഹിബതിഹി, ഭാര്യയെ കാണുമ്പോൾ. വനൂഹുൻ അലൈഹിസ്സലാം മിൻ ഇബ്നി, നൂഹ് മോനെ കാണുമ്പോൾ ഓടും അലൈഹിസ്സലാം. അമ്പിയാക്കളെ കഥയാ പറഞ്ഞേ. അതുകൊണ്ട് എൻ്റെ പൊന്നു മുഅ്മിനീങ്ങളെ, എന്നോടടക്കം ആരെയും പ്രതീക്ഷിക്കണ്ട. ദുനിയാവിലൊക്കെ ചങ്ങായിമാര്, ബന്ധുക്കള്, നാളെ ആഖിറത്തിൽ ഒരാളും ഒരാളെയും പ്രതീക്ഷിക്കണ്ട, ഒറ്റക്ക്. അൽ അഖില്ലാഉ യൗമഇദിൻ, അൽ അഖില്ലാഉ ചങ്ങാതിമാർ. ഖല്ല എന്ന് പറഞ്ഞാൽ കൂടിക്കലർന്നു എന്നതിന്റെ അർത്ഥം. അഖില്ല എന്ന് പറഞ്ഞാൽ ഖലീലിന്റെ ബഹുവചനമാണ്. അങ്ങനെ കൂടിക്കലർന്ന് ചങ്ങാതിമാരായി ജീവിച്ച ആളുകൾ, ബഅദുഹും അദുവ്വു ബഅദുഹും ലിബഅദിൻ അദുവ്വുൻ, അങ്ങോട്ടും ഇങ്ങോട്ടും അവര് ശത്രുക്കളായിരിക്കും. ഇവിടത്തെ ചങ്ങാതിയാണ്, പക്ഷെ നാളെ ആഖിറത്തിൽ ശത്രുക്കളാണ്.
അതുകൊണ്ട് ഒരാളെയും പ്രതീക്ഷിക്കണ്ട. ആ ദിവസം വരുന്നതിന് മുമ്പ് കൂടെ കൊണ്ടുപോകാൻ ഉള്ള പെട്ടി ഇവിടെ തന്നെ നിറച്ചോളി. ഈ പ്രസംഗിക്കുന്ന ഞാൻ എൻ്റെ പെട്ടി ഡെയിലി നോക്കണം, നിങ്ങൾ പെട്ടി നോക്കണം. നമ്മളെ ജീൻസും ടീഷർട്ടും മടക്കി വെക്കാൻ ഉണ്ടാക്കിയ പെട്ടിയല്ല. ആഖിറത്തിലേക്ക് മയ്യത്ത് കട്ടിൽ കടന്നിട്ട് യാത്രയാകുമ്പം ആ യാത്രയിൽ കൊണ്ടുപോകാനുള്ള സൂട്ട് കേസ്, അതിൽ എന്തെല്ലാം ഉള്ളത്, എന്തെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് എന്നിടക്കിടക്ക് നോക്കി നോക്കണം. അത് നിറച്ചുകൊണ്ടിരിക്കണം. അത് കൈമ പിടിച്ചിട്ടൊന്ന് തൂക്കി നോക്കണം, കനം കൂടുന്നുണ്ടോ. കാരണം ആ കനം നോക്കുമ്പോൾ അവിടെ എത്തിയാൽ, ആ പെട്ടിന്റെ കനം അവിടെ എത്തിയാൽ നോക്കും. എയർപോർട്ടിൽ നിന്ന് കനം നോക്കുമ്പോൾ കനം കുറഞ്ഞാൽ സമാധാനമായി, അങ്ങ് വിടും. അവിടെ നിന്ന് കനം നോക്കുമ്പം കൂടിയാലേ സമാധാനം കിട്ടുള്ളൂ, അവിടെ കുറഞ്ഞ സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് സ്വന്തം ബോക്സുകൾ നിറയുന്നുണ്ടോ എന്ന് അള്ളാഹു തന്ന ഈ ചെറിയ ദുനിയാവിലെ ചെറിയ ജീവിതത്തിൽ ചിന്തിച്ചോളി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുദ്ന ശംസു യൗമൽ ഖിയാമത്തി മിനൽ ഖൽഖ്. നാളെ മഹ്ശറിൽ അള്ളാഹു സൂര്യനെ അവന്റെ അടിമകളുടെ തലഭാഗത്തേക്ക് താഴ്ത്തി വെക്കും. ശക്തമായ ചൂടായിരിക്കും. അതിന്റെ ഗൗരവം പറഞ്ഞു, ഫയകൂനു നാസു ഫിൽ അറഖി അലാ ഖദ്രി അഅമാലിഹിം. അവരവർ ചെയ്ത പ്രവർത്തികളുടെ തോതനുസരിച്ച് അവർ വിയർപ്പിൽ മുങ്ങും. ഫമിൻഹും മൻ യകൂനു ഇലാ കഅബൈഹി. ചില ആളുകൾക്ക് വിയർപ്പ് ഈ നെരിയാണി വരെ മാത്രമേ ഉണ്ടാവുള്ളൂ, കാരണം തെറ്റുകൾ അത്രേ ചെയ്തിട്ടുണ്ടാവും. ബാക്കി ചെറിയ ജീവിതത്തിൽ ചെയ്തത് ഒരുപാട് നന്മകളായിരിക്കും. ആൾക്കാർ അവരെ നോക്കിയിട്ട് ഇങ്ങനെ അസൂയ പറയും, അവിടെ നാപരാധിയും സങ്കടവും പറയും, ഇവനൊക്കെ നമ്മളെപ്പരം ഉണ്ടായതാണല്ലോ മടക്കേരിയിൽ, ഇവൻ എന്ത് നന്മ ചെയ്തിട്ടാ രക്ഷപ്പെട്ടത് എന്ന് പരസ്പരം അറിയുന്നവർ അവിടെ ഒരുമിച്ച് കാണുമ്പം അത് പറയും. ബിരിയാണി വരെ മാത്രമേ വിയർപ്പുള്ളൂ. ചില ആളുകൾ ഒമിനുഹും മയ്യകൂനു ഇലാ റുക്ബതൈഹി, കാലിന്റെ മുട്ടുവരെ വിയർപ്പുണ്ടാകും. ഒമിനുഹും മയ്യകൂനു അലാ ഹഖ്വൈഹി, ചില ആളുകൾക്ക് ചുമല് വരെ വിയർപ്പുണ്ടാകും. ഒമിനുഹും മയ്യുൽജിമുഹുൽ അറഖു ഇൽജാമ, ചില ആളുകൾ വിയർപ്പിൽ മുങ്ങി കുളിച്ചിട്ടുണ്ടാവും. അതിലേതിലാവുന്ന് എനിക്ക് എന്നെ പറ്റി ചിന്തിച്ചാൽ അറിയാം, നിങ്ങൾക്ക് നിങ്ങളെ പറ്റി ചിന്തിച്ചാലും അറിയാം. ചിന്തിച്ചേ പറ്റുള്ളൂ. മറന്നു പോവണ്ട പ്രിയപ്പെട്ടവരെ, വിസ്മൃതിയിലാവണ്ട. ഇന്ന് നമുക്ക് അല്ലാഹു ആരോഗ്യം തന്നിട്ടുണ്ട്, പൈസയുണ്ട്, സൗകര്യങ്ങളുണ്ട്, സുഖങ്ങളുണ്ട്. പെട്ടി തുറക്കാനും വിയർപ്പിന്ന് രക്ഷപ്പെടാനുമുള്ള വഴികൾ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ശൈത്താൻ നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ മുഅ്മിനുകൾ അള്ളാഹുവിന്റെ ഈ പറയപ്പെട്ട അവസ്ഥയിൽ മുഅ്മിനീങ്ങൾ എന്തായിരിക്കും? ഈ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന അവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാഫിറുകളുടെ, കുരുത്തം കെട്ടവരുടെ, പാപികളുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ മുഅ്മിനീങ്ങൾ എവിടെയായിരിക്കും? ഫഅൈനൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ തൗഹീദുള്ള, അമലുസ്സാലിഹാത്തുകളുള്ള, ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ച സത്യവിശ്വാസികൾ എവിടെയായിരിക്കും? ഖാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ കറാസിയ്യിൻ മിൻ ദഹബിൻ, സ്വർണം കൊണ്ടുള്ള കസേരകളിൽ അവരെ അല്ലാഹു ഇരുത്തിയിട്ടുണ്ടാവും. വതുദില്ലു അലൈഹിമുൽ ഗമാം, മേഘം വന്നവർക്ക് മറയിട്ടിട്ടുണ്ടാകും. അവർ വിയർക്കൂല, താണുവരുന്ന സൂര്യന്റെ ചൂട് അവർ ഏൽക്കൂല. നമ്മളെപ്പോലത്തെ മനുഷ്യന്മാരില്ലേ, ഇസ്സത്തുള്ള, പൈസയുള്ള, നല്ല ഡ്രസ്സും നല്ല ഷൂവും നല്ല വാച്ചും മൊബൈലൊക്കെ എടുത്ത് നിൽക്കുന്ന മനുഷ്യന്മാര് ചിലപ്പം വിയർപ്പിലായിരിക്കും. നമ്മളിങ്ങനെ നോക്കുമ്പം ആ സ്വർണത്തിന്റെ കസേരമയുണ്ടാവും റബാഹിന്റെ മകൻ ബിലാൽ. ഒന്നുമില്ല. റബാഹിന്റെ മകൻ ബിലാലിന് മേലെ ചൊവ്വെ തിന്നാനുള്ള ഭക്ഷണം പോലും ഇല്ല, പറയാൻ നല്ലൊരു കുടുംബമില്ല, നല്ല തറവാടില്ല, സൗന്ദര്യത്തിന്റെ ആദ്യാക്ഷരം പോലും പറയാനില്ല. കറുകറുത്ത ആഫ്രിക്കക്കാരനായ ചുരുണ്ട മുടിയുള്ള വലിയ മൂക്കുള്ള ആ വലിയ ചുണ്ടുള്ള ബിലാൽ. പക്ഷെ ആ സ്വർണത്തിന്റെ കസേരം ഇരിക്കുന്നുണ്ടാവും. അതെങ്ങനെ കിട്ടിയെന്നറിയോ? ഇവിടെ വിയർത്തതിന്റെ പേരിൽ. ഇവിടെ മക്കത്ത് കഅബാലയത്തിന്റെ മുറ്റത്തുള്ള മണലിൽ വിയർത്തതിന്റെ പേരില്, അള്ളാഹുവിന് വേണ്ടി വിയർത്തതിന്റെ പേരില്, അള്ളാഹ്ക്ക് വേണ്ടി ക്ഷമിച്ചതിന്റെ പേരില് നാളെ മഹ്ശറിൽ ആളുകൾ പേടിച്ച് വിറച്ച് വിയർക്കുന്ന സമയം ബിലാൽ ആ സ്വർണത്തിന്റെ കസേരം ഉണ്ടാവും. ഗമാമിന്റെ താഴെ സൂര്യന്റെ ചൂടേക്കാതെ ആ കറുത്ത മനുഷ്യൻ അതേ കറുപ്പിൽ അവിടെ ഇരിക്കുന്നുണ്ടാവും. അതിന്റെ അപ്പുറത്ത് ഹബ്ബാബ് ഉണ്ടാവും. ഇവരൊക്കെ അറിയുന്നറിയോ? മക്കത്തൊന്നുമില്ലാത്ത മനുഷ്യന്മാർ. ആരെങ്കിലും പോയിട്ട് നിങ്ങളെ മോളെ കെട്ടിച്ചെന്ന് പറഞ്ഞാൽ പോടാന്ന് പറയും. ആ അവസ്ഥയിലുള്ള മനുഷ്യന്മാര് ദുനിയാവിന്റെ കാഴ്ചപ്പാടിൽ. പക്ഷെ നമ്മളോ, നമുക്കൊരു ഇസ്സത്തുണ്ട്, വിലയുണ്ട്.
ഖബ്ബാബ് ഇബ്നുൽ അറത്ത്. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായി. അദ്ദേഹം റസൂലുള്ളാഹി തങ്ങളെ മിമ്പറിലിരിക്കാണ് മദീന പള്ളിയിൽ. ഖലീഫ, രാജാവ്. വലിയ വലിയ സഹാബാക്കളൊക്കെ അടുത്തുണ്ട്. അദ്ദേഹം ചോദിച്ചു, ഖബ്ബാബ് ഇബ്നുൽ അറത്ത് എവിടെ? അങ്ങനെ എഴുന്നേറ്റ് വന്നു. ഖബ്ബാബ്, ഉദ്നു മിന്നി, നീ എന്റെ അടുത്ത് വാ ഖബ്ബാബേ, നീ എന്റെ അടുത്ത് വാ. ഉമർ അടുത്തിരുത്തി. എന്നിട്ട് ചോദിച്ചു, ഖബ്ബാബ്, നീ ഇസ്ലാമിന്റെ തുടക്കകാലത്ത് അനുഭവിച്ച എന്തെങ്കിലും ഒരു അനുഭവം ഒന്ന് പറയോ? ഖബ്ബാബ് പറഞ്ഞു, എന്റെ മുതലാളിച്ചി, യജമാനത്തി ഉമ്മു അൻമാർ, ഒരു പെണ്ണിന്റെ അടിമയാണ്. അവരുടെ ജോലിക്കാരനായിരുന്നു ഞാൻ. വാളുണ്ടാക്കലാണ് എന്റെ പരിപാടി. എന്റെ ആ സൃഷ്ടി, എന്റെ വാളുകൾ മക്കത്ത് സുപരിചിതമാണ്. ആളുകൾ എന്റെ അടുത്ത് വരാൻ തുടങ്ങി വാളുണ്ടാക്കാൻ പറയാൻ. ഒരു ദിവസം ഞാൻ ഇത് പണി ചെയ്ത് കൊടുക്കുമ്പോ കേട്ടു, അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടി അബ്ദുല്ലാന്റെ മകൻ മുഹമ്മദ്, ഖുറൈശി യുവാവ്, സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ പോയി കേട്ടു. ആദ്യത്തെ കേൾവിയിൽ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആ വാള് തറക്കുന്ന പോലെ തറച്ചു. ഞാൻ അംഗീകരിച്ചു, ഞാൻ ഉൾക്കൊണ്ടു, ഒളിപ്പിച്ചു വെച്ചു, യജമാനത്തിനെ പേടിച്ചിട്ട്. ഒരു ദിവസം എന്റെ യജമാനത്തി അത് മനസ്സിലാക്കി. എന്നെ കൈകാലുകൾ കെട്ടിപ്പിടിച്ചോണ്ടുപോയി. ഞാൻ വാളുണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഇരുമ്പിന്റെ കഷ്ണങ്ങൾ ചൂടാക്കിയിട്ട് അതിന്റെ മുകളിൽ എന്നെ കിടത്തി. ഞാനും നിങ്ങളും ഇപ്പം തുനിയാവ് ഇങ്ങനെ ജീവിക്കാണ് മുസ്ലിമായിട്ട്. ഇരുമ്പ് ചൂടാക്കി അതിന്റെ മുകളിൽ എന്നെ കിടത്തി. എന്നിട്ട് ഇരുമ്പിന്റെ ദണ്ട് പഴുപ്പിച്ച് എന്റെ മുതുകത്ത് കുത്തി ദ്വാരമുണ്ടാക്കി. ഒന്ന് കാണട്ടെ അമ്മ. ബഹുമാനപ്പെട്ട ഖബ്ബാബിനോട് ഉമർ പറഞ്ഞു, ഒന്ന് കാണട്ടെ ഖബ്ബാബ്. ഖബ്ബാബ് തന്റെ വസ്ത്രം മാറ്റി മുതുകൊത്തന്ന് ഉമ്മു അൻമാർ കുത്തിയ ഇരുമ്പിന്റെ ദണ്ട് വെച്ച് കുത്തിയ ദ്വാരം, തോട്ട, അതപ്പോൾ സഹാബാക്കള് കണ്ടു. ആ ഖബ്ബാബ് ആ സ്വർണത്തിന്റെ കസേരമേ ഉണ്ടാവും മഹ്ശറിൽ. ഞാനും നിങ്ങളും അങ്ങോട്ടാ പോകേണ്ടത്. നമ്മളെ മുൻഗാമികളാവര്. അങ്ങോട്ടാ ഞാനും നിങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇരിക്കാൻ പറ്റുമെന്നുള്ളത് ദുനിയാവെന്ന് ചിന്തിക്കണം. എപ്പം ഇത് നിരച്ചിട്ടല്ല, എന്തെങ്കിലും രോഗം വന്ന് മൂടിയിട്ടല്ല, വാർദ്ധക്യത്തിന്റെ കരിമ്പിടമൊന്ന് പുതച്ച് കിടക്കട്ടെ എന്നിട്ടൊന്ന് ചിന്തിക്കാം. ഇല്ല പ്രിയപ്പെട്ടവരെ, ഇല്ല. മലക്കുൽ മൗത്ത് വരുന്നതിന് മുമ്പ് അവിടെ ഇരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാലി വലി ദുനിയ, ഞാനും ദുനിയാവും തമ്മിൽ എന്താണ് ബന്ധം? ഇതെപ്പോ പറഞ്ഞെന്നറിയോ? ഉമർ റളിയല്ലാഹു അൻഹു വരുമ്പം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പഴത്തിന്റെ ഓലയിൽ കിടക്കണം. നമ്മളങ്ങനെ കിടക്കൊന്നും വേണ്ട. നല്ല പെട്ടി വിരിച്ച് കിടന്നോളി, നല്ല കമ്പിളി പുതപ്പന്നെ പുതച്ചോളി. അതൊന്നും ഒരു വിഷയമുള്ള സംഗതിയല്ല. പക്ഷേ അത് ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ പാടില്ല. ഇതിന്റെ ഉള്ളിൽ കയറിയാൽ നേരത്തെ പറഞ്ഞ നഷ്ടാവും. റസൂലുള്ളാഹി കടന്നത് ഈത്തപ്പഴത്തിന്റെ ഓലന്റെ മുകളിലാണ്. ഉമറിനെ കണ്ടപ്പോൾ എഴുന്നേറ്റിരുന്നു. റസൂലുള്ളാഹിന്റെ ദേഹത്ത് അടയാളം കണ്ടു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഉമർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇതെന്തൊരവസ്ഥയാണിത്, എന്തൊരു കിടപ്പാണിത്? അന്നേരം റസൂലുള്ളാഹി പറഞ്ഞതാണ്, മാലി വലി ദുനിയ, ഞാനും ദുനിയാവും തമ്മിൽ എന്താണ് ബന്ധം? ഒമാലി ദുനിയ ഒമാലി, എനിക്കും ദുനിയാവും തമ്മിൽ എന്താണ് ബന്ധം? അങ്ങോട്ടും ഇല്ല, ഇവിടെ നിന്ന് അങ്ങോട്ടും ഇല്ല എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ആവശ്യം പൂർത്തിയാക്കാൻ വേണ്ടി ഒന്നും ചെയ്യൂല എന്നല്ല, ഉള്ളിലേക്ക് ആ ദുനിയാവ് കടന്നിട്ടില്ല. എന്നിട്ട് പറഞ്ഞു, ഇന്നമാ മസലി വമസലു ദുനിയ കമസലി റാകിബിൻ, ഞാനും ദുനിയാവും തമ്മിലുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ ഉമറിന് പറഞ്ഞു കൊടുക്കാൻ, ഒരു യാത്രക്കാരനെ പോലെയാണ്. അയാൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നു. ഇടയിൽ അയാൾക്ക് ക്ഷീണം വന്നു, ശരീരം ക്ഷീണിച്ചു. അപ്പോൾ ഒരു മരത്തിന്റെ താഴെ, ഫീ ദില്ലി ശജറത്തിൻ ഫീ യൗമിൻ സായിഫ്, ചൂടുള്ള സമയം ഒരു മരത്തിന്റെ താഴെ കുറച്ചൊന്ന് വിശ്രമിക്കാൻ വേണ്ടിയിരുന്നു. ആ വിശ്രമമാണ് ദുനിയാവ്. യാത്ര തുടരാണ്, ആ വിശ്രമമാണ് ദുനിയാവ്. ആരോഗ്യം വീണ്ടും കിട്ടി, ക്ഷീണം മാറി, എഴുന്നേൽക്കും, യാത്ര പോകും. ആ യാത്ര പിന്നെ ഒടുങ്ങാത്ത യാത്രയും കൂടിയാണ്. അവിടെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റെഡിയാവണം, തയ്യാറാവണം. നമ്മളിങ്ങനെ കളിച്ചും ചിരിച്ചും പലതും പറഞ്ഞും ചെയ്തും ഓടിയും ചാടിയും ദുനിയാവങ്ങ് തീരും. ഒരു ദിവസം വരാനുണ്ട്. വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ, ഒറ്റക്ക് റബ്ബിന്റെ കോടതിയിൽ വരും. എന്താ ഉള്ളതെന്ന് ഞാനും നിങ്ങളും ചിന്തിച്ചു പരിശ്രമിച്ചോളെ. അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين، والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، فيا أيها الناس، أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ,
ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. നമ്മൾ മനുഷ്യന്മാരാണ്, ബലഹീനരാണ്, ശഹ്വത്തുള്ളവരാണ്. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കൊതികളും ആശകളും ഇതെല്ലാം അള്ളാഹു തന്നെ തന്നതാണ്. അതുകൊണ്ട് സ്വാഭാവികമായും 24 മണിക്കൂറും ഏറ്റവും നല്ല അവസ്ഥയിൽ ജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അബദ്ധങ്ങൾ സംഭവിക്കും. അഥവാ അബദ്ധം സംഭവിച്ചെന്ന് കണ്ടാൽ ഉടനെ പ്രിയപ്പെട്ടവരെ തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, തൗബ ചെയ്തേക്കുക. ഈ മിമ്പറിന്റെ മുകളിൽ നിൽക്കുന്ന ഞാനും എൻ്റെ മുമ്പിലുള്ള ഈ മടക്കേരിയിലെ മുഅ്മിനീങ്ങളും ആരും മാസൂമുകളല്ല, പരിശുദ്ധാത്മാക്കളൊന്നുമല്ല. ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യന്മാരാണ്, മലക്കളൊന്നുമല്ല ആരും. കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ നാവ് കൊണ്ടോ ചിന്ത കൊണ്ടോ പൈസ കൊണ്ടോ എന്തെങ്കിലും അബദ്ധം പറ്റുന്നുണ്ടാവാം. അല്ലാഹു മാപ്പാക്കി തരട്ടെ. തൂബു ഇലല്ലാഹ്. രാത്രി എഴുന്നേൽക്കുക, കൈപോക്ക ദർബാറിലേക്ക്. അല്ലാഹുവെ പറ്റിപ്പോയതാണ്. റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. അല്ലാഹുവെ മറന്നു പറ്റിപ്പോയതാണ്, അബദ്ധം പറ്റിപ്പോയതാണ്, പൊറുത്തതാ അല്ലാഹ്. ഇതൊരടിമ പറഞ്ഞാൽ, എങ്ങനത്തെ അടിമ? തോന്നിവാസിയായ അടിമ. ഒരു തെമ്മാടിച്ചക്കം പറഞ്ഞു അള്ളാനോട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അള്ളാഹു പറയും അവനോട്, ഗഫർതു ലക വലാ ഉബാലി. ഓക്കെ, ഞാൻ മാപ്പാക്കി, എന്ന് ശ്രദ്ധിച്ചോളാം. പിറ്റേന്ന് പിന്നെയും ചെയ്തു, പിറ്റേന്ന് പിന്നെയും തെറ്റ് ചെയ്തു. അന്ന് രാത്രിയും ടെൻഷനായി, പറ്റിപ്പോയതാ റബ്ബേ, പുറത്തു തരണേ. അള്ളാഹു പറയും, ഗഫർതു ലക വലാ ഉബാലി. ശരി, ഞാൻ മാപ്പാക്കി, എന്ന് ശ്രദ്ധിച്ചോളാം. പിന്നെയും തെറ്റ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്യും? ഇവൻ എന്ത് തൗബ, ഇവൻ എന്തിങ്ങനെ, ഇവൻ നന്നാവൂലപ്പ, ഇവൻ നേരെയാവൂല, ഇവൻ വെറുതെ കള്ളത്തൗബ. റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ പറയൂല. അസീസായ റബ്ബ് അങ്ങനത്തെ ഒരു മറുപടി അടിമയോട് പറയൂല. അസീസുൻ ഹകീം, അവൻ പ്രതാപിയാണ്, മാന്യനാണ്. അവനെ ആശ്രയിച്ച് ജീവിക്കുന്ന അടിമ മരിക്കുന്നവരെ തൊണ്ടക്കുഴിയിൽ റൂഹത്തി പിടക്കുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ പറ്റിപ്പോയി അല്ലാഹ് മാപ്പാക്കിത്ത എന്ന് പറഞ്ഞാൽ അന്നേരവും അല്ലാഹു പറയും, ഗഫർതു ലക വലാ ഉബാലി. മാപ്പാക്കിടാ, നീ വാ, നിന്നെ രക്ഷപ്പെടുത്തി തരാം. സുബ്ഹാന റബ്ബിയൽ അഅ്ല. അതുകൊണ്ട് ഇടക്കിടക്ക് തൗബ വർദ്ധിപ്പിക്കണം, മടങ്ങിക്കൊണ്ടേയിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ഒരു ദിവസം 100 പ്രാവശ്യം വരെ അസ്തഗ്ഫിറുല്ലാഹ് പറയാറുണ്ട്. അള്ളാന്റെ ഹബീബിന് എന്ത് പാപമാപ്പായി കിട്ടാനാണ്? ഒന്നുമില്ല, ക്രിസ്റ്റൽ ക്ലിയർ ആണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പൊടിക്കെന്തെങ്കിലും അതുവരെ ഇല്ല. അതേസമയം ആദം നബിക്കുണ്ട്, ഇബ്രാഹിം നബിക്കുണ്ട്, നൂഹ് നബിക്കുണ്ട്, ഈസാ നബിക്കുണ്ട്, മൂസ നബിക്കുണ്ട്. ഇവരെല്ലാം നാളെ ആഖിറത്തിൽ പേടിക്കുകയും ചെയ്യും. മുഹമ്മദ് മുസ്തഫാക്കില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും പറഞ്ഞു, 100 പ്രാവശ്യം ഞാൻ പറയും അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ പുറത്തുതാ അല്ലാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അബദ്ധം സംഭവിച്ചേക്കാം, പക്ഷെ മടങ്ങിക്കൊണ്ടിരിക്കണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നു. നോക്കുമ്പോ ചന്തയിൽ ഒരു ചെവിയില്ലാത്ത ഒരു ചത്ത ആട് കിടക്കും. റസൂലുള്ളാഹി സഹാബാക്കളെല്ലാം വിളിച്ചു. അതാണ് റസൂലുള്ളാഹിന്റെ ശൈലി. എല്ലാവരും വന്നു. ചോദിച്ചു, അതുഹിബ്ബൂന അന്നഹു ലക്കും മിൻ ഗൈരി അതുഹിബ്ബു മാ അയ്യുക്കും യുഹിബ്ബു അൻ യകൂന ഹാദാ ലഹു ബിദിർഹം. ഈ ചത്ത ചെവിയില്ലാത്ത ആട് 1 ദിർഹമിന് ഞാൻ വിൽക്കാൻ തയ്യാറാണ്, ആരെങ്കിലും വാങ്ങാനുണ്ടോ? 1 ദിർഹം തന്നാ മതി, എടുത്തിട്ട് പോയിക്കോ. സഹാബാക്കൾ പറഞ്ഞു, മാ നുഹിബ്ബു അന്നഹു ലനാ ബിശൈഇൻ വമാ നസ്നഉ ബി. എന്തിനാ നബിയെ, ചത്തതല്ലേ, നമുക്ക് ആർക്കും ആവശ്യമില്ല, നമ്മൾ വാങ്ങൂല. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, അതുഹിബ്ബൂന അന്നഹു ലക്കും മിൻ ഗൈരി സമൻ. എന്നാ 1 ദിർഹം വേണ്ട, ഫ്രീ ആയിട്ട് എടുത്തോ. ഫ്രീ ആയിട്ട് ആരെങ്കിലും എടുക്കോ? ഖാലു, സഹാബാക്കൾ പറഞ്ഞു, വല്ലാഹി ലൗ കാന ഹയ്യൻ ലകാന ഐബൻ. അത് ജീവനോടെ ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങൂല, കാരണം ചെവിയില്ല, ന്യൂനതയുണ്ട്, നമ്മൾ വാങ്ങൂല. അപ്പൊ പിന്നെ ഫകൈഫ വഹുവ മയ്യിത്, ശവമല്ലേ നബിയെ, ആരാ വാങ്ങുക? വിലക്കില്ലെങ്കിലും ഫ്രീ ആയിട്ട് തന്നാലും നമുക്കാർക്കും വേണ്ട. ഇത് പറഞ്ഞപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലദ്ദുനിയ അഹ്വനു അലല്ലാഹി അസ്സ വജല്ല മിൻ ഹാദാ അലൈക്കും. ഈ ചത്താടില്ലേ, നിങ്ങൾ ഫ്രീ ആയിട്ട് തന്നാലും വേണ്ട, ജീവനുണ്ടെങ്കിലും വേണ്ട എന്ന് പറഞ്ഞല്ലോ, അതിനേക്കാളും മോശമാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഈ ദുനിയ. അതിനേക്കാളും വിലയില്ലാത്തതാണ് അള്ളാഹിന്റെ അടുക്കൽ ഈ ദുനിയ. പക്ഷെ അതാണ് ഇന്ന് നമ്മളെ മെയിൻ. എന്റെ അടക്കം
പ്രസംഗിക്കുന്ന എൻ്റെ അടക്കം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ കാനത്തി ദുനിയ, ഈ ദുനിയാവാണെങ്കിൽ, തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊദ, ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്രയും വില അള്ളാഹുവിന് ദുനിയാവിലുണ്ടെങ്കിൽ, മാ സഖാ മിൻഹാ കാഫിറൻ ശർബതൻ മിമ്മ, നന്ദികേട് കാണിക്കുന്ന കുഫ്ർ ചെയ്യുന്ന ഒരാൾക്ക് അള്ളാഹു ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കൊടുക്കൂല. എന്തെങ്കിലും വില ഉണ്ടെങ്കിൽ, പക്ഷെ ഇല്ല. അതുകൊണ്ടാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫവല്ലാഹി ലൽ ഫഖറ അഖ്ശാ അലൈക്കും, എൻ്റെ സമുദായമേ, ദാരിദ്ര്യം നിങ്ങൾക്ക് സംഭവിക്കുമോ എന്നതിലല്ല എൻ്റെ ഭയം, മറിച്ച് ഞാൻ പേടിക്കുന്നത് അൻ തുബ്സത അലൈക്കുമുദ് ദുനിയ, ദുനിയാവ് നിങ്ങളെ കൈമലേക്ക് അല്ലാഹു വാരി കോരി തരുമോ എന്നുള്ളതാണ്. എന്നിട്ടോ ഫതനാഫസൂഹാ കമാ തനാഫസൂഹാ, മുൻഗാമികൾക്ക് നൽകപ്പെട്ട പോലെ അവരതിൽ മത്സരിക്കാൻ തുടങ്ങി, അങ്ങനെ നിങ്ങളും മത്സരിച്ചേക്കുമോ എന്നാണ് എൻ്റെ പേടി. എൻ്റെ പൊന്നു മുഅ്മിനീങ്ങളെ, എന്നോടെന്നതുപോലെ പറയാൻ, അള്ളാഹുവിനെ സൂക്ഷിക്കണം, കഴിയുന്നത്ര നന്മകൾ ചെയ്യണം, മരിക്കുമ്പം കൊണ്ടുപോകുന്ന പെട്ടി നിറക്കാൻ ശ്രമിക്കണം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. വളരെ ഗൗരവത്തോടെ ഒരു കാര്യം പറയട്ടെ. വെള്ളിയാഴ്ച ജുമഅ ഇബാദത്തിന് വേണ്ടി നൽകപ്പെട്ട ദിവസമാണ്. അന്നത്തെ പ്രധാനപ്പെട്ട ഇബാദ സ്വലാത്തുൽ ജുമഅ. അതിനോടൊപ്പം ഇമാമിന്റെ ഖുതുബ. ഖുതുബക്ക് ഇമാം മിമ്പറിൽ കയറുന്നതിന് മുമ്പ് പള്ളിയിലെത്തണം. കാരണം ഈ പള്ളിന്റെ വാതിൽക്കൽ, എല്ലാ പള്ളികളുടെയും വാതിൽക്കൽ, മസ്ജിദുകളുടെ വാതിൽക്കൽ 2 മലക്കുണ്ടാവും വെള്ളിയാഴ്ച. അവരെപ്പോ വന്ന് നിൽക്കാന്നറിയോ? ഫജറിന് ശേഷം. ഫജർ കഴിയുമ്പം അവർ വരും. ജുമഅക്ക് വേണ്ടി പള്ളിയിലേക്ക് വരുന്ന ആളുകളുടെ പേരെഴുതാൻ. അങ്ങനെ എഴുതിക്കൊണ്ടിങ്ങനെ ഇരിക്കും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യം വരുന്ന ആൾക്കാർക്ക് ഒട്ടകത്തിന്റെ കൂലി, പിന്നെ വരുന്ന ആൾക്ക് പശുവിന്റെ കൂലി, പിന്നെ വരുന്ന ആൾക്ക് ആടിന്റെ കൂലി, പിന്നെ വരുന്ന ആൾക്കൊരു കോഴിയുടെ കൂലി, പിന്നെ വരുന്ന ആൾക്കൊരു കോഴി മുട്ടയുടെ കൂലി. ഹദീസ് സഹീഹാണ്, തമാശ അല്ല. പിന്നെ അവർ നോക്കും, ഇമാം മിമ്പറിന്റെ മുകളിൽ കയറി സലാം പറഞ്ഞിരുന്നു, അവർ കിതാബ് മടക്കും, എവിടെയോ വന്നിരിക്കുന്നുണ്ട്. ആ 2 കാവൽക്കാരും പള്ളിയുടെ ഉള്ളിലുണ്ട്, നമ്മളെ ഖുതുബ കേൾക്കാനിരിക്കുന്നുണ്ട് മുഅ്മിനീങ്ങളുടെ കൂടെ. പക്ഷെ കിതാബ് പൂട്ടി. അതിന് ശേഷം വരുന്ന ആളുകളുടെ പേര് ഈ കിതാബിൽ ഉണ്ടാവില്ല. ജുമാ നിസ്കരിച്ചിട്ടുണ്ടാവും. നാളെ അള്ളാന്റെ കോടതിയിൽ പോയിട്ട് ചോദിക്കും, ജുമാന്റെ കൂലി. അള്ളാഹു പറയും, ലിസ്റ്റ് നോക്ക്, പേരില്ല, കൂലിയില്ല. ഗൗരവത്തിലെടുത്തോളി. ആഴ്ചക്കാകെ ഒരൊറ്റ ദിവസമേ ഉള്ളൂ ജുമാ. അന്നും നേരത്തെ വരാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ സംതിങ് റോങ്. ഈമാൻ ഒന്ന് ശരിയാക്കണം, ഒന്ന് കത്തിച്ച് തിളപ്പിക്കണം, എന്നാലേ പറ്റുള്ളൂ. എന്തെങ്കിലും തിരക്കായിരിക്കും. തിരക്കില്ലാത്ത മനുഷ്യന്മാരുണ്ടോ? തിരക്ക് മാറ്റി വെക്കണം. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച നിസ്കരിക്കാൻ വേണ്ടി നിങ്ങളെ വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഇന്ന് ക്ലോക്കിന്റെയും വാച്ചിന്റെയും മൊബൈലിന്റെയും കാലത്ത് സമയമായി എന്ന് അറിയിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയാം ജുമുഅന്റെ ടൈം 12:45 ഇമാമ് കയറും, എല്ലാവർക്കും അറിയാം. 12:40 അല്ലെങ്കിൽ 43 പള്ളിക്കുള്ളിലെത്തണം. എന്തിന്? മലക്ക് എഴുതുമ്പോൾ അതിൽ പേര് വരണം. അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഞാനെങ്ങനെ അള്ളാന്റെ കോടതിയിൽ കാരണം ബോധിപ്പിക്കാൻ പറ്റൂല. കാരണം അള്ളാഹു കാണുന്നവനും അറിയുന്നവനുമാണ്. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവർ. ചെയ്ത അമലിന് കൂലി ഇല്ലാതെയാകുമ്പോൾ ഉണ്ടാകുന്ന വിഷമം പറഞ്ഞറിയിക്കാൻ പറ്റുന്ന വിഷമമല്ല. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. ألا وإن الله سبحانه وتعالى أمرنا وأمركم بالصلاة والسلام على النبي صلى الله عليه وسلم. ألا فصلوا وسلموا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم ارض عن خلفاء الراشدين وأفضل عمراء المرشدين، عن أولهم أبي بكر وعمر وعثمان وعلي رضي الله عنهم أجمعين، وعن التابعين والصالحين ومن تبعهم بإحسان إلى يوم الدين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصر الإسلام والمسلمين والمجاهدين في سبيلك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.